മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. വാഗ്ദത്തം ചെയ്ത ദൈവം, വാക്കുമാറാത്ത ദൈവം, വാരിൽ വന്നിടുമേ നമ്മെ ചേർത്തിടുവാൻ ദൂതസേനയോടെ. ഹല്ലേലൂയ, വാരിൽ വന്നിടുമേ നമ്മെ ചേർത്തിടുവാൻ ദൂതസേനയോടെ. വാഗ്ദത്തം ചെയ്ത ദൈവം, വാക്കുമാറാത്ത ദൈവം, വാരിൽ വന്നിടുമേ നമ്മെ ചേർത്തിടുവാൻ ദൂതസേനയോടെ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ 8 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കലകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്നു മറുപേരുള്ള ശീമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്നൊരുവനോടുകൂടെ പാർക്കുന്നു. അവൻ്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തൻ്റെ വേലക്കാരിൽ 2 പേരെയും തൻ്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായൊരു പടയാളിയെയും വിളിച്ച് സകലവും വിവരിച്ചു പറഞ്ഞ് യോപ്പയിലേക്ക് അയച്ചു. ഇവിടെ ചരിത്രപ്രസിദ്ധമായ ഒരു കാര്യം നടക്കാൻ പോവുകയാണ്. കർത്താവായ യേശുവിൻ്റെ അന്ത്യനിയോഗം നിങ്ങൾ പുറപ്പെട്ട് ആദ്യം യെരുശലേമിലും പിന്നെ യഹൂദയിലും പിന്നെ ശമര്യയിലും പിന്നെ ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം എന്നാണ്. ഇതിനോടകം യെരുശലേമിലും യഹൂദയിലും പിന്നീട് യഹൂദന്മാരും പ്രജാതികളും ചേർന്ന സങ്കര ജാതികളുമായ ശമര്യക്കാരുടെ അടുക്കലും സുവിശേഷം എത്തി. ഇപ്പോൾ യെരുശലേമിനടുത്ത് താമസിക്കുന്ന ഒരു പുറജാതിയുടെ അടുക്കലേക്ക് സുവിശേഷം എത്തുകയാണ്. ഇദ്ദേഹം കൈസരിയയിലാണ് താമസിക്കുന്നത്. കൈസരിയ യെരുശലേമിൻ്റെ വടക്കു പടിഞ്ഞാറായിട്ട് മധ്യധരണി ആഴിയുടെ തീരത്ത് ഒരു 100 മൈൽ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് കൈസരിയ. കൈസരിയയ്ക്ക് മുമ്പ് വേറെ പേരായിരുന്നു. എന്നാൽ ഔഗുസ്ത്യൂസ് കൈസർ യേശു ജനിക്കുന്ന സമയത്ത് റോം ഭരിച്ചിരുന്നത് ഔഗുസ്ത്യൂസ് കൈസറാണ്. അദ്ദേഹം ഹെരോദാവിന് ഈ പ്രദേശങ്ങളൊക്കെ ഭരിക്കാൻ വേണ്ടി ഒരു നാടുവാഴി എന്നുള്ള നിലയിൽ ഭരിക്കുവാനായിട്ട് നൽകി. അപ്പോൾ ഹെരോദാവ്
ഈ കടൽത്തീര പട്ടണത്തെ പുതുക്കി പണിതിട്ട് അതിന് കൈസറുടെ ബഹുമാനാർത്ഥം കൈസരിയ എന്ന് പേര് നൽകി. അതുകൊണ്ട് ഹെരോദാവ് അല്ലെങ്കിൽ രാജാവിനോട് ബന്ധപ്പെട്ട ഭരണാധികാരികളൊക്കെ താമസിച്ചിരുന്നത് ഈ കൈസരിയിലാണ്. ഈ കൈസരിയിലെ പട്ടാളത്തിൻ്റെ മേധാവിയാണ് കൊർന്നല്യോസ്. അദ്ദേഹം യഹൂദനല്ല, പുറജാതിയാണ്. പക്ഷെ അദ്ദേഹം ഇവിടെ വന്ന ശേഷം യഹൂദന്മാരുടെ ഭക്തിയും പ്രാർത്ഥനയും വേദപുസ്തക പാരായണവും പഠനവും അവരുടെ സംസ്കാരവും അവരുടെ ധാർമ്മികതയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിൽ കാര്യമുണ്ട്. സത്യദൈവം ഇവർ പറയുന്നതാണ് കാരണം. ഇവരുടെ ആരാധനാ സ്ഥലങ്ങളിൽ യാതൊരു വിഗ്രഹവും ഇല്ല. തന്നെയല്ല, അവർക്ക് കുറച്ച് നിലവാരമുണ്ട്. അപ്പോൾ ഒരുപക്ഷേ ഇവരുടെ ദൈവമായിരിക്കാം സത്യദൈവം എന്ന് വിചാരിച്ച് യഹൂദന്മാർ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുക, യഹൂദന്മാർ ഉപവസിക്കുന്ന പോലെ ഉപവസിക്കുക, യഹൂദന്മാർ ദാനധർമ്മം ചെയ്യുന്നത് പോലെ ദാനധർമ്മം ചെയ്യുക. അങ്ങനെ അത് കുടുംബത്തെ പഠിപ്പിച്ച് കുടുംബമായിട്ട് അദ്ദേഹം അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. ഇന്നും അതായത് ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലുകയും ക്രിസ്തു പറഞ്ഞ ഉപദേശങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്ന് വിചാരിക്കുന്ന ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുമുണ്ട്. അവർക്ക് ക്രിസ്തു മരിച്ചിട്ട് അടക്കപ്പെട്ട് ഉയർത്തുന്നതിന് ജീവിക്കുന്നു എന്നൊരു ബോധ്യമില്ല. എന്നാൽ ക്രിസ്തു നല്ല ഒരു ഉപദേഷ്ടാവായിരുന്നു, പലരിൽ നിന്നും മെച്ചമായിരുന്നു. അതുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ അത് അവർക്കും സമൂഹത്തിനും അനുഗ്രഹമായിരിക്കുമെന്ന് വിചാരിക്കുന്ന വളരെ ആളുകൾ, മഹാത്മാഗാന്ധിയും വിവേകാനന്ദനും പണ്ഡിത രമാഭായിയും അങ്ങനെ ആ ശ്രേണിയിൽ വളരെയധികം ആളുകളുണ്ട്. വി ഡി സതീശനൊക്കെ അത് പറയുന്നവരും എഴുതുന്നവരുമൊക്കെയാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ, ക്രിസ്തുവിൻ്റെ ധാർമ്മിക ഉപദേശങ്ങളെ ജീവിതത്തിൽ പകർത്തിയത് കൊണ്ട് നമുക്ക് നിത്യജീവൻ കിട്ടുകയോ സ്വർഗ അവകാശികളായി നമ്മൾ മാറുകയോ ചെയ്യുകയില്ല. അതിന് ചെയ്യേണ്ടത് നമ്മുടെ പാപപരിഹാരാർത്ഥം കുരിശിൽ യാഗമായ ശേഷം ഉയർത്തെഴുന്നേറ്റ് അദൃശ്യനായി ജീവിക്കുന്ന സത്യദൈവമായ സർവ്വവ്യാപിയും സർവജ്ഞാനിയും സർവശക്തനും സ്നേഹവാനും കരുണയുള്ളവനുമായ ന്യായാധിപനായ അദൃശ്യനായ യേശുവിനെ വ്യക്തിപരമായി രക്ഷകനായി സ്വീകരിച്ച യേശുവിൻ്റെ ശിഷ്യനാകുക എന്നുള്ളതാണ് അതിനു വേണ്ടത്. അല്ലാതെ യേശുവിൻ്റെ ഉപദേശങ്ങൾ നല്ലതായിരുന്നു, പുതുമയുള്ളതായിരുന്നു, അതുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചാൽ അനുഗ്രഹമുണ്ടാകും എന്ന് പറയുന്നത് നല്ല കാര്യമാണ്, മോശമല്ലല്ലോ. പക്ഷേ അതുകൊണ്ട് ഒരാൾക്ക് സ്വർഗത്തിൻ്റെ അവകാശിയാകാൻ മരണശേഷമുള്ള ജീവിതം ഭദ്രമാക്കാനായിട്ട് സാധിക്കുകയില്ല. ഇവിടെ കൊർന്നല്യോസ് ഈ കൈസരിയിൽ വന്ന് ചുമതല ഏറ്റ ശേഷം ഈ യഹൂദന്മാരുടെ ഭക്തിയും പ്രാർത്ഥനയും അവരുടെ ദേവാലയത്തിൻ്റെ അന്തരീക്ഷങ്ങളും ഒക്കെ കണ്ടപ്പോൾ ദൈവം അവരോടുകൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹം
യഹൂദന്മാർ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ദാനധർമ്മം ചെയ്യാനുമൊക്കെ തയ്യാറായി. ഒരുപക്ഷെ യഹൂദന്മാർ ചെയ്യുന്നതിനേക്കാൾ അല്പം കൂടെ കുറച്ചുകൂടെ ഭംഗിയായിട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഘനതരമായിട്ടോ അദ്ദേഹം ചെയ്തു കാണും. പക്ഷെ അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ ദൈവത്തിന് മനസ്സായില്ല. പുറജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന ആദ്യത്തെ ആൾ അദ്ദേഹമാകട്ടെ എന്ന് ദൈവത്തിന് തോന്നി. ദൈവം തൻ്റെ ദൂതനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അടുക്കൽ അയച്ചു. അദ്ദേഹത്തിനൊരു ഭയപ്പാടൊക്കെ ഉണ്ടായെങ്കിലും തൻ്റെ പേരൊക്കെ വിളിച്ചതുകൊണ്ട് ഞാനെന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത്, നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ ധർമ്മവും നിൻ്റെ ഭക്തിയുമൊക്കെ സ്വർഗത്തിലെത്തിയിരിക്കുന്നു. അത് വളരെ നല്ലതാണ്. പക്ഷേ നീ രക്ഷിക്കപ്പെടണമെങ്കിൽ, സ്വർഗാവകാശിയാകണമെങ്കിൽ അതിൻ്റെ ഉപദേശം പറയുന്ന ഒരാൾ ഇവിടെ അടുത്തുണ്ട്. ഏറ്റവും അടുത്തുള്ളത് പത്രോസാണ്. അദ്ദേഹം തോൽക്കൊല്ലനായ ശീമോൻ്റെ വീട്ടിൽ ഉണ്ട്. അദ്ദേഹത്തെ വരുത്തുക. നീ നിൻ്റെ കുടുംബമൊക്കെ രക്ഷിക്കപ്പെടാനുള്ള വാക്കുകളെ അദ്ദേഹം പറയും എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 8-ാം അധ്യായത്തിൽ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ദൂതനാണ് ഫിലിപ്പോസിനെ മന്ത്രിയുടെ അടുത്തേക്ക് അയക്കുന്നത്. എന്തുകൊണ്ട് ആ ദൂതൻ നേരിട്ട് ഈ മന്ത്രിയോട് സുവിശേഷം അറിയിക്കാൻ പോയില്ല? 9-ാം അധ്യായത്തിൽ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് യേശു പൗലൂസിന് പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ പറയുന്നത്, നീ ദമസ്കോസ് പട്ടണത്തിലേക്ക് ചെല്ലുക, അവിടെ സുവിശേഷം പറയാൻ ആൾ വരുമെന്നാണ്. അനന്യാസ് വന്നു, സുവിശേഷം പറഞ്ഞു, പൗലൂസ് സ്നാനപ്പെട്ടു. 10-ാം അധ്യായത്തിൽ ദൂതൻ സുവിശേഷം പറയുന്നില്ല. പത്രോസിനെ വരുത്തുക, പത്രോസ് സുവിശേഷം പറയുമെന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, യേശു ഇന്ന് ആരോടും സുവിശേഷം പറയുന്നില്ല, ദൂതന്മാരും പറയുന്നില്ല. എന്താണ് കാരണം? അതിൻ്റെ കാരണം, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ സ്നാനപ്പെടണം, അവർ സഭയോട് ചേരണം, അവർ ദൈവവചനം, അതായത് അപ്പോസ്തലന്മാരിൽ നിന്ന് അല്ലെങ്കിൽ സഭാ നേതാക്കന്മാരിൽ നിന്ന് പഠിക്കണം, അവർ തിരുവത്താഴം ഒക്കെ കഴിച്ച് ദൈവത്തെ ആരാധിക്കണം, അവർ സുവിശേഷ പരിശീലനം നേടി സുവിശേഷം പറയാൻ പ്രാപ്തരാകണം. അപ്പോൾ ഇത് ഒരു പാക്കേജാണ്. അല്ലാതെ ഒരാൾ ജസ്റ്റ് സുവിശേഷം കേട്ട അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർഗാവകാശിയാകുന്നില്ല. യേശു പറഞ്ഞത്, നിങ്ങൾ പുറപ്പെട്ട് സകലരോടും പ്രസംഗിക്കുക, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക, ഞാൻ കൽപ്പിച്ചതെല്ലാം പ്രമാണിപ്പാൻ ഉപദേശിച്ചവരെ ശിഷ്യരാക്കുക എന്നാണ്. അപ്പോൾ അതുകൊണ്ട് കേവലം സുവിശേഷം മാത്രം പറഞ്ഞാൽ മതിയെങ്കിൽ ദൂതന് പറയാമായിരുന്നു, യേശുവിന് പറയാമായിരുന്നു, അല്ലെങ്കിൽ ദൈവാത്മാവിന് പറയാമായിരുന്നു. പോരല്ലോ. ഒരു ക്രിസ്തീയ പെരുമാറ്റച്ചട്ടമുണ്ട്, സഭയുടെ ഒരു ഒരു ഉപദേശമുണ്ട്. അതെല്ലാം അനുസരിക്കാൻ ആളുകൾ തയ്യാറാകണം. അതുകൊണ്ടാണ് നീ നിൻ്റെ അടുത്തുള്ള ദൈവദാസനായ പത്രോസിനെ വരുത്തുവാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന നമുക്ക് ദൂതന്മാരെക്കാൾ പദവിയുണ്ട്. കാരണം നമുക്ക് സുവിശേഷം പറയുവാനും വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവാനും അവരെ ദൈവവചനം പഠിപ്പിക്കുവാനും യേശുവിൻ്റെ ശിഷ്യരാക്കാനും സാധിക്കും. അതാണ് എല്ലാ വിശ്വാസികളെ കൊണ്ടും ദൈവം ഉദ്ദേശിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഏകജാതനിൻ സ്നേഹം എന്നെയും ദൈവ പൈതലാക്കി,
ഏകജാതനിൻ സ്നേഹം എന്നെയും ദൈവ പൈതലാക്കി. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിൽ കൊണ്ടുവന്ന ദൈവസ്നേഹം. ഹല്ലേലൂയ. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിൽ കൊണ്ടുവന്ന ദൈവസ്നേഹം. വാഗ്ദത്തം ചെയ്ത ദൈവം, വാക്കുമാറാത്ത ദൈവം, വാനിൽ വന്നിടുമേ നമ്മെ ചേർത്തിടുവാൻ ദൂതസേനയോടെ.